ന്യൂസ് 16 കേരള. ബലൂചിസ്ഥാനിൽ ട്രെയിനിൽ വൻ സ്ഫോടനം, നിരവധി മരണം. പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസിൽ വീണ്ടും സ്ഫോടനം, നിരവധി പേരുടെ ജീവൻ നഷ്ടമായെന്നാണ് വിവരം. എന്നാൽ മരണസംഖ്യ തിട്ടപ്പെടുത്താനായിട്ടില്ല. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് വിവരം. സിന്ധ് ബലൂചിസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള സുൽത്താൻ കോട്ട് പ്രദേശത്തിന് സമീപമാണ് കൊച്ചിയിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ് ആക്രമിക്കപ്പെട്ടത്. പാളത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണം IED ആണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടുണ്ട്. ഇതുമൂലം ട്രെയിനിന്റെ 6 കോച്ചുകൾ പാളം തെറ്റിയെന്നാണ് വിവരം. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബലൂച്ച് സ്വതന്ത്ര പോരാളികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പാക് സൈന്യത്തിലെ ഉദ്യോഗസ്ഥർ ട്രെയിനിൽ യാത്ര ചെയ്തതിനാലാണ് ആക്രമണം നടത്തിയതെന്ന് ബലൂച്ച് റിപ്പബ്ലിക് ഗാർഡ് വ്യക്തമാക്കി. പാകിസ്ഥാൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തിരുന്ന സമയത്താണ് ട്രെയിൻ ആക്രമിക്കപ്പെട്ടത്. സ്ഫോടനത്തിന്റെ ഫലമായി നിരവധി സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ ട്രെയിനിന്റെ 6 കോച്ചുകൾ പാളം തെറ്റിയെന്ന് ബലൂച്ച് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം BRG ഏറ്റെടുക്കുന്നു. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം വരെ അത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും പ്രഖ്യാപിക്കുന്നുവെന്നും സംഘടനകൾ വ്യക്തമാക്കി. കഴിഞ്ഞ മാർച്ചിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ജാഫർ എക്സ്പ്രസ് റാഞ്ചിയെ സംഭവമുണ്ടായിട്ടുണ്ട്. ഏകദേശം 400ഓളം ട്രെയിൻ യാത്രക്കാരാണ് അന്ന് ബലൂച്ച് ആക്രമികൾ ബന്ദികളാക്കിയത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.